ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്യാമയെ ശുശ്രൂഷിക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മ പറയുകയാണ് പനിക്ക് ചൂടുവെള്ളം നല്ലതാണ്, ആ കുടിക്കുമെന്നും പറഞ്ഞ് ശ്യാമയ്ക്ക് വെള്ളം കൊടുക്കുകയാണ് ശാരദാമ്മ. അതേസമയം ശാരദാമ്മയെ ഫോൺ ചെയ്യുകയാണ് ശാലിനി. പുറപ്പെട്ടോ അവിടെന്ന് എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. ശാലിനി പറയുകയാണ് KSRTC ബസ് മിസ്സായമ്മേ, റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ ട്രെയിനും പോയി. അയ്യോ, ഇനിയിപ്പോ എന്തു ചെയ്യും? കുഴപ്പമൊന്നും ഇല്ലമ്മേ, കറക്റ്റ് സമയത്ത് തന്നെ ട്രാവൽ ഏജൻസിയുടെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. ഉദ്ദേശിച്ച സമയത്ത് തന്നെ ഇതവിടെ എത്തും. കുഴപ്പമൊന്നുമില്ല, ശാരദാമ്മ ആശ്വസിക്കുകയാണ്. അത് മതി, ഈ തടസ്സങ്ങളും കുഴപ്പങ്ങളുമെല്ലാം അവസാനിച്ചാൽ മതിയായിരുന്നു. അതെ, മാത്രവുമല്ല അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ യാത്രയിൽ എന്റെ കൂടെ ഒരാളുണ്ട്. അതിനെ അമ്മ അറിയും, നമ്മുടെ ഹോട്ടലിൽ വരാറുള്ള ആളില്ലേ, എസ്റ്റേറ്റിലെ മാനേജര്, അമ്മയ്ക്ക് സാരിയൊക്കെ തന്നെ താടി വെച്ച ആ ആൾ. പക്ഷെ ഇതൊന്നും ശാരദാമ്മ കേൾക്കുന്നില്ല. ശാരദാമ്മയുടെ ഫോണിന്റെ റേഞ്ച് അന്നേരം പോവുകയാണ്. ശാലിനി പറയുന്നതൊക്കെ കേട്ട് ചിരിക്കുകയാണ് വിഷ്ണു. ഒന്ന് ശാരദാമ്മ മിണ്ടാതിരിക്കുമ്പോൾ ഹലോ ഹലോ എന്നൊക്കെ വെച്ച് ഫോൺ പിന്നെയും കട്ടാക്കുകയാണ് ശാലിനി. ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അത് ഫോണിന്റെ സിഗ്നൽ കട്ടായിട്ടുണ്ടാകും, ബസ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, കുറച്ചു കഴിഞ്ഞ് വിളിച്ചു നോക്ക്, അപ്പോൾ ശരിയാകും. ശാരദാമ്മ പറയുകയാണ് ചേടാ കട്ടായി, അവസാനം പറഞ്ഞതൊന്നും കേട്ടില്ല. ശാരിക പറയുകയാണ് യാത്രയിലല്ലേ അമ്മേ അവൾ, ഇടയ്ക്കിടയ്ക്കൊക്കെ റേഞ്ച് കിട്ടോ, അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ശാരിക പറയുകയാണ് എന്ത് കുഴപ്പം ഉണ്ടാകാനാണ്, അതും നമ്മുടെ ശാലിനിക്ക്. അമ്മ ധൈര്യമായിട്ടിരിക്കുക. പിന്നീട് മാർട്ടിനെയും കൂട്ടുകാരെയും ഒക്കെ നോക്കിയിട്ട് മണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണു. മണി പറയുകയാണ് ആശാനെ ഇവിടെ എങ്ങാനും ഇരിക്കുക. ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ. ശാലിനിയെ നോക്കിയിട്ട് മണി പറയുകയാണ് ചെറിയൊരു ലൈനിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ. ചെറുതായിട്ടെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. എന്റെ മാർട്ടിനെ ചൂണ്ടി വിഷ്ണു ചോദിക്കുകയാണ് അവന്മാര് എങ്ങോട്ടാണ് എന്ന് മണി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് എടാ അവസാന റോയിലെ മുന്നിലിരിക്കുന്നില്ലേ അവര്, കുമാരൻ കോവില്. എന്താ ആശാനെ? ഒന്നുമില്ല, വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിരിക്കാം എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനെ കളിയാക്കുകയാണ് മണി. വിഷ്ണു തിരികെ സീറ്റിനടുത്തെത്തുമ്പോൾ വിഷ്ണു എന്ന സീറ്റിൽ വേറെ ആരോ ഇരിക്കുകയാണ്. പിന്നീട് ശാലിനിയെ നോക്കി വിഷ്ണു നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ് ദാ ഇങ്ങോട്ടിരിക്കാം. അങ്ങനെ ശാലിനിയുടെ അടുത്ത സീറ്റിലിരിക്കുകയാണ് വിഷ്ണുവും. പിന്നീട് കാണിക്കുന്നത് ഹാജിയാരോട് സംസാരിക്കുന്ന ഗോപാലകൃഷ്ണനെയാണ്. ഗോപാലകൃഷ്ണൻ പറയുകയാണ് സത്യമാണ് ഹാജിയാരെ ഞാൻ ഈ പറയുന്നത്, ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഇപ്പോൾ വലിയ ഡള്ളാണ്. 2-3 വർഷമായിട്ട് കോവിഡും മങ്കി പോക്സും ഒക്കെ കിടന്ന് കളിക്കുകയല്ലേ, കൂടാതെ വെള്ളപ്പൊക്കവും പേമാരിയും വേറെ. ആരുടെ കയ്യിലാണ് ഇപ്പോൾ കാശുള്ളത്? പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ആ സ്ഥലമുണ്ടല്ലോ, അത് 15 ലക്ഷത്തിൽ നിന്നും 10-ലേക്കൊന്ന് ചവിട്ടി പിടിച്ചാലും അത് നമ്മുടെ കൈവെള്ളയിലേക്ക് മറിയുമെന്നുള്ളത് ഉറപ്പാണ്. അത്രയ്ക്ക് ഗതികേടിലാണ് പാലാക്കാരൻ അച്ചായൻ. ഹാജിയാരെന്ന് തലകുലുക്കിയാൽ ഇപ്പോൾ തന്നെ നമുക്ക് കയ്യിൽ തോർത്തിട്ട് ആ കച്ചവടം അങ്ങ് ഉറപ്പിക്കാം. ഹാജിയാർ ചോദിക്കുകയാണ് ആ പറഞ്ഞതിൽ ഒരു ന്യായമില്ലല്ലോ ഗോപാലകൃഷ്ണ. അതേസമയം ഹാജിയാരുടെ സ്ഥലത്തേക്ക് എത്തുകയാണ് ശ്യാമ. ശ്യാമ വന്ന് ഗോപാലകൃഷ്ണന്റെ കാറൊക്കെ നോക്കുകയാണ്. ഹാജിയാർ പറയുകയാണ് പണ്ടയാള് ഹൗസ് വാമിങ്ങിന് എന്നെയും വിളിച്ചിരുന്നതാണ്. 16 വാതിലും കണ്ണാടിയും വാതിലും ഒക്കെ ആയിട്ട് വീടിന് തന്നെ അയാൾ ചിലവാക്കിയിരിക്കുന്നത് 10-30 ലക്ഷം രൂപയാണ്. ഭൂമി വില വെറുതെ വേറെയും. ഇപ്പൊ പക്ഷെ അയാളുടെ ഗതികേട് കൊണ്ടായിരിക്കും ഈ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നത്. ഏത് കച്ചവടം നടത്തുമ്പോഴും ഒരു ന്യായമൊക്കെ നോക്കണമെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. കാരണം നീതിക്കും ന്യായത്തിനും നിരക്കാത്ത ഒരു കച്ചവടത്തിനും പടച്ചോനൊരിക്കലും കൂട്ടുനിൽക്കില്ല. അങ്ങനെ കിട്ടുന്ന കായ് ഉപകരിക്കുകയുമില്ല. അതുകൊണ്ട് നമുക്ക് അയാളെ സഹായിക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പകരം അയാൾ ചോദിക്കുന്ന കായ് കൊടുക്കുക, അത്ര തന്നെ. അയാൾ ചോദിക്കുന്ന 15 ലക്ഷം വച്ച് ഉറപ്പിച്ച് അതങ്ങ് കൊടുക്കുക, അത്ര തന്നെ. അതാണ് എന്റെ തീരുമാനം. അത് കേട്ട് സന്തോഷിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ് അയ്യോ എന്റെ ഭഗവാനെ ഹാജിയാരെ, നിങ്ങളെ ഞാൻ നമിച്ചു. ഹാജിയാരുടെ മനസ്സ് അങ്ങനെ തന്നെ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒപ്പം എന്റെ കമ്മീഷന്റെ കാര്യം കൂടി, അത് നാട്ടു നടപ്പുള്ളതിൽ 10 രൂപ കൂടുതൽ തരും. അപ്പൊ ഹാജിയാർക്ക് ആ വീടും സ്ഥലവും വഴി സൗകര്യവും ഒക്കെ ഒന്നുകൂടെ കാണണ്ടേ? സലാമക്കയും കണ്ടില്ലല്ലോ. അതെ കണ്ടില്ല, പക്ഷെ ഹാജിയാർക്കും എനിക്കും അത് കാണണം, അങ്ങനെയാണല്ലോ. നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്റെ അളിയൻ ബാലചന്ദ്രനെ ഇങ്ങോട്ട് അയക്കാം, അവനുടെ ഉടനെ വന്നോളും. ശരിയപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് ഹാജിയാർ. അതിനുശേഷം ഹാജിയാർ പറയുകയാണ് സലാമെ നീ ആ മുസ്തഫയെ വിളിച്ചോളി, നമ്മുടെ ക്യാൻറ്റീൻ നടത്തിപ്പിന്റെ കാര്യം എന്താണെന്ന് അറിയണമല്ലോ. പുറത്തേക്കിറങ്ങി ഗോപാലകൃഷ്ണൻ പറയുകയാണ് മണ്ടൻ ഹാജിയാര്, അയാളുടെ ഒരു സത്യസന്ധത. അച്ചായന്റെ കയ്യിൽ നിന്നും ഭൂമി 10-ന് വാങ്ങി ഹാജിയാർക്ക് 15 ലക്ഷത്തിന് കൊടുക്കാം. 5 ലക്ഷം വെറുതെ കിട്ടിയാൽ ഗോപാലിന് പുളിക്കുമോ? കമ്മീഷൻ വേറെയും. ഏതായാലും ഇന്ന് കണി വേണ്ടാന് തന്നെ വേറെയും നാളെയും ഒക്കെ കണി കാണാം.
അത്രയൊക്കെ സംസാരിച്ച് ഗോപാലകൃഷ്ണൻ കാറിനടുത്തേക്ക് എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന ശ്യാമയെ കാണുകയാണ്. ഇവളെന്താ ഇവിടെ എന്ന് പറഞ്ഞ് ശ്യാമയെ മൈൻഡ് ചെയ്യാതെ കാറിലേക്ക് കയറാൻ പോവുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം ശ്യാമ വിളിക്കുകയാണ്, അച്ഛാ എന്നെയാണോ വിളിച്ചത്? അതെ, ഇത് ഞാനാ അച്ഛ, ശ്യാമ. ഓ, നീ ആ ശാരദയുടെ മോളല്ലേ? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതിന്റെ വിശദീകരണമൊക്കെ പിന്നെ പറയാം. എന്തായാലും എനിക്ക് നിന്നെ മനസ്സിലായി. പക്ഷെ മനസ്സിലാവാത്തത് നീ ഇവിടെ കയറി വന്ന് എന്നെ അച്ചാകിച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അച്ഛൻ പതിവായി ചെല്ലാറുള്ള ക്ലബിൽ പോയിരുന്നു. ഇവിടെ നിന്ന് ഒരാളാണ് പറഞ്ഞത് അച്ഛൻ ഇങ്ങോട്ട് വന്നെന്ന്. ശരി ശരി, നീ വന്ന കാര്യം പറയ്. അച്ഛ അമ്മ എന്നൊക്കെ നീ വിളിച്ച് എന്നെ അന്വേഷിച്ചു വന്ന കാര്യം എന്താണെന്ന് പറയ. ശാരികയുടെ കല്യാണമാണച്ച, ആണോ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ആണോ, അത് ശരി. ഈ ശാരിക എന്ന് പറയുന്നത് നിന്റെ മൂത്തവൾ അല്ലേ? അതെ അച്ഛ, അതിന് കുറെ ചിലവുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടാവും ഉണ്ടാവും, കല്യാണമാകുമ്പോൾ പിന്നെ ചിലവില്ലാതിരിക്കുമോ? കല്യാണ ആവശ്യത്തിന് വേണ്ടി അച്ഛനും അമ്മയും കൂടി ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നില്ലേ? വീണ്ടും കളിയാക്കി ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. നിൽക്ക് നിൽക്ക്, ഒരു മിനിറ്റ്. ഈ അമ്മ എന്ന് പറയുന്നത് ഓ ശാരദ അല്ലേ? അമ്മ പറയുകയാണ്, അച്ഛൻ ഇങ്ങനെ അപമാനിക്കരുത്. അപമാനമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വന്ന വിഷയം പറയ്. ആ പണം എടുക്കണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കുറുപ്പ് സാറ്. അതിനുള്ള മറുപടി ഞാൻ അയാളുടെ ചെവി നിറച്ച് കൊടുത്തായിരുന്നല്ലോ. മനസ്സിലായി. പക്ഷെ ഞാൻ വന്ന് ചോദിച്ചാൽ അച്ഛൻ സമ്മതിക്കുമെന്ന് കരുതി. കുറച്ച് കാശെങ്കിൽ കുറച്ച് കാശ്, അത്രയും ഒരു സഹായമാവുമല്ലോ ചേച്ചിയുടെ കല്യാണത്തിന്. അച്ഛനൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ. അത് കേട്ട് ചിരിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മനസ്സിലായി, സെന്റിമെന്റ്സ്. ഇതും പറഞ്ഞ് നിന്റെ അമ്മയാണോ ഇങ്ങോട്ട് കയറൂരി വിട്ടത്? അല്ല, ഞാൻ വന്നത് അവരറിയാതെയാണ്. ഞാൻ വന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊരു കരുണ തോന്നുമെന്ന് കരുതി. അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് അമ്മ അവിടെ. എടി പെണ്ണെ, നീ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഏതാണ്ട് 10-20 വർഷം മുമ്പ് നടന്നതാണ്. അന്ന് ഗോപാലകൃഷ്ണന് പല ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്. ഇപ്പോ ശാരദയാണോ ശ്യാമളയാണോ യശോദയാണോ എന്നൊന്നും നോക്കിയിട്ടില്ല. അല്ല, ഇനിയിപ്പോ അതൊന്നും പരിശോധിക്കാനും തീരുമാനിച്ചിട്ടില്ല ഞാൻ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതിൽ ഒരു ബ്രാഞ്ച് മാത്രമാണ് നിന്റെ അമ്മ. ആ, എന്താ അവളുടെ പേര്? ശാരദ. ആ അക്കൗണ്ട് ഗോപാലകൃഷ്ണൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ടു നിന്ന് കരയുകയാണ് ശ്യാമ. നിക്ഷേപമായോ പലിശയോ ഇനി അതിൽ ഒരിടപാടും നടത്തില്ല എന്നർത്ഥം. നീ നിന്റെ പാട്ടിന് പോകാൻ നോക്കു കൊച്ചേ. ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛ അങ്ങനെ പോകരുതെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണന്റെ കയ്യിൽ പിടിക്കുകയാണ് ശ്യാമ. അത് കണ്ട് ചിമാറടി എന്നും പറഞ്ഞ് ശ്യാമയെ തള്ളി മാറ്റുകയാണ് ഗോപാലകൃഷ്ണൻ. പിടിച്ച് തള്ളുമ്പോൾ ശ്യാമ ചെന്ന് വീഴുകയാണ്. അന്നേരം അവിടെ ഇരുന്ന ബക്കറ്റിലെ വെള്ളം ശ്യാമയുടെ പുറത്തുകൂടി വീഴുന്നു. ഇത് കണ്ട് അവിടേക്ക് ഓടി വന്ന ജോലിക്കാർ പറയുകയാണ്, ദേ ഈ കോമ്പൗണ്ടിൽ വെച്ച് പെണ്ണുങ്ങളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ പുറത്ത് ഹാജിയാര് ആർക്കവാള് കയറ്റും. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാൻ ഇവളെ ഉപദ്രവിച്ചതൊന്നും അല്ല. ഇവൾ എന്റെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഏതായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചു തോർത്തി വീട്ടിൽ കയറാൻ നോക്ക്. ദേ നോക്ക്, നിന്റെ ചേച്ചി എന്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. ജനിപ്പിച്ച തന്തയാണെന്ന് പോലും നോക്കാതെ. ഇനി അവളെ പോലെ ഒരു കുരുപ്പിനെ താങ്ങാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോടി? ഓരോരോ വയ്യാവേലികൾ വന്ന് കയറിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ എന്നും പറഞ്ഞ് കാറിൽ കയറി പോവുകയാണ് ഗോപാലകൃഷ്ണൻ. സങ്കടപ്പെട്ട് തന്നെ നിന്ന് കരയുകയാണ് ശ്യാമ. പിന്നീട് അതേ വേഷത്തിൽ തന്നെ തിരിച്ചു കുടുംബശ്രീയിലെത്തുകയാണ് ശ്യാമ. ആരും കാണാതെ ശ്യാമ പെട്ടെന്ന് അകത്തേക്ക് കയറുമ്പോൾ ശാരിക വിളിക്കുകയാണ് ശ്യാമയെ. നീ ഇത് എവിടെ പോയതായിരുന്നു? കുറെ നേരമായിട്ട് നിന്നെ ഞാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ. അത് ഞാൻ പുറത്തേക്കൊന്ന് എന്ന് പറയുമ്പോൾ ശാരിക ദേഷ്യപ്പെടുകയാണ്. എടി, പനി പിടിച്ച് കിടക്കുമ്പോഴാണോ പുറത്തേക്ക് ചുറ്റാൻ പോകുന്നത്? നീ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്ന് കരുതിയാണ് ഞാൻ ഹോട്ടലിലേക്ക് പോയത്. അമ്മ ശാന്തേച്ചിയും കൊണ്ട് ഹാജിയാരെ കാണാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഹോട്ടലിലും ആരുമില്ല. അല്ലെങ്കിൽ നിന്റെ അടുത്ത് തന്നെ ഇരുന്നേനെ ഞാൻ. മരുന്ന് കൊടുക്കാൻ സമയമായല്ലോ എന്നോർക്കുമ്പോഴാണ് നീ കിടന്ന സ്ഥലത്ത് വെറും പുതപ്പ് മാത്രം. അല്ല, എങ്ങോട്ടാ നീ പോയത്? എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? ശ്യാമ നടന്ന സംഭവങ്ങളൊക്കെ ശാരികയോട് പറയുകയാണ്. പറയാൻ വേണ്ടി ആലോചിച്ചു തന്നെ നിൽക്കുകയാണ്. ശാരിക ചോദിക്കുകയാണ്, എന്താടി, എന്താന്ന് വെച്ചാൽ പറയ. നീ എവിടെയാ പോയിരുന്നതെന്ന് വിക്കി ശ്യാമ പറയുകയാണ്. ഞാനെതിരെ വെയിൽ കൊള്ളാൻ വേണ്ടി പോയതാണ്. ശാരിക ചോദിക്കുകയാണ്, എന്നിട്ട് നിന്റെ ഉടുപ്പൊക്കെ നനഞ്ഞിരിക്കുകയാണല്ലോ. നനഞ്ഞു കുളിച്ചിട്ടും ഉണ്ട്. ശ്യാമ പറയുകയാണ്, അതിനിടയില് ചെറിയൊരു മഴ പെയ്തു. ശാരിക ചോദിക്കുകയാണ്, അതിനിവിടെ എങ്ങും മഴ പെയ്തില്ലല്ലോ. എന്തിനാ കള്ളം പറയുന്നതെന്നും പറഞ്ഞ് ശ്യാമയെ പിടിച്ചു കുലുക്കുകയാണ് ശാരിക. ശ്യാമ പറയുകയാണ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം. അത്രയും പറഞ്ഞ് ശാരികയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ശ്യാമ ശാരികയോട് പറയുന്നു. സോറി വല്യേച്ചി, അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ സ്വയം അറിയാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ശാരിക പറയുകയാണ്, ആ പോട്ടെ, സാരമില്ല. നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ കണ്ണിൽ ചോരയില്ലാത്ത ആളാണ്. നമ്മുടെ തലവിധി അത്ര തന്നെ. അമ്മയോട് ഇതിനെ കുറിച്ചൊന്നും പറയല്ലേ വല്യേച്ചി.
പറയില്ല, പക്ഷേ മേലാൽ ഇതുപോലെയുള്ള കുരുത്തക്കേടുകൾ കാണിക്കരുത്. നീ ചെന്ന് നന്നായിട്ട് തല തോർത്ത് എന്നിട്ട് കിടക്ക്. ഞാൻ പോയി മരുന്നെടുത്തു കൊണ്ടുവരാം. ശാരിക കരുതുകയാണ്, ഈശ്വര, ഇതൊന്നും ആ ശാലിനി അറിയാതിരുന്നാൽ മതിയായിരുന്നു. എങ്കിലിവിടെ കൊലപാതകം നടക്കുമെന്ന് ഉറപ്പാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. ശാരിക പറയുകയാണ്, രാജ് ചേച്ചി, ഈ ക്യാഷ് ഒന്ന് നോക്കിക്കോണേ, ഞാനിതാ വരുന്നോ. ശാരദാമ്മയും ശാന്തയും ഇതുവരെ വന്നില്ലല്ലോ മോളെ. വരുമ്പോൾ വരട്ടെ, ഹാജിയരെ കാണാൻ പോയിരിക്കുകയല്ലേ. എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് ദൈവത്തിനറിയാം. അതെന്താ മോളെ ഒരു നിരാശ പോലെ? അവളുടെ കല്യാണാവശ്യത്തിന്റെ കാര്യത്തിനല്ലേ പോയിരിക്കുന്നത്. കടമെടുത്ത് കല്യാണം നടത്തിയിട്ട് എന്തിനാ ചേച്ചി പെൺമക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്? ഒരു ബാധ്യതയും കുറ്റവും ഒന്നും അല്ലല്ലോ. പിന്നെന്തിനാ അച്ഛനമ്മമാർ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലാകാതെ രാജി ചോദിക്കുകയാണ്, ഹലോ, എന്തു പറ്റി? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രാജീവ് സാറിന് ഇഷ്ടമല്ലേ നിനക്കിപ്പോൾ? ഇഷ്ടമെന്നൊക്കെ പറയുന്നത് പുറമോടി കണ്ടിട്ട് ഉണ്ടാവുന്നതല്ലേ ചേച്ചി. കാര്യത്തോടടുക്കുമ്പോൾ അത് മൊത്തം കയ്യിൽ നിന്നും ചോർന്നു പോയാലും മതി. എനിക്കെന്തോ ഒന്നിനോടും ഇപ്പോൾ ഒരു വിശ്വാസമില്ല. അതുപോട്ടെ, ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാൻ ചേച്ചി, ചെറിയൊരു തലവേദന. ഗുളിക എടുത്ത് കഴിക്കണം. ശാരിക ഹോട്ടലിൽ നിന്നും ഇറങ്ങാൻ നേരം അവിടേക്ക് എത്തുകയാണ് രാജീവ്. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ രാജീവ് പ്ലാവിലെ ചക്കയൊക്കെ നോക്കുകയാണ്. പിന്നീട് ശാരികയെ കണ്ട് പറയുകയാണ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ് ശാരിക. രാജീവ് പറയുകയാണ്, അതെ, അത് കണ്ടോ, 1-2 ചക്കകൾ വാക്കല്ലാതെ നിൽപ്പുണ്ട്. മാത്രവുമല്ല മഴയും പെയ്യുന്നുണ്ട്. അതിപ്പോഴേ അടത്തില്ലെങ്കിലേ ഹോട്ടലിലെ ബോർഡ് തീർന്നു കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയാണ് ശാരിക. രാജീവ് വിളിക്കുകയാണ്, ശാരികേ. എന്തുവാടോ ഇത്? ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. ഞാൻ സംസാരിച്ചതെന്താ മലയാളമല്ലേ, ഇയാൾക്ക് കേട്ടിട്ടൊന്നും മനസ്സിലാകാത്തതുപോലെ. ശാരിക പറയുകയാണ്, ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഹോട്ടലിലേക്ക് ചെന്നാൽ മതി. ഹായ് ചേച്ചി, ഉണ്ടവിടെ? രാജീവ് പറയുകയാണ്, അയ്യോ സോറി, ഞാനിവിടെ കുടുംബശ്രീയിലേക്ക് വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അല്ലെന്ന് ഇയാൾക്കറിയാമല്ലോ. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദേവിയുടെ ദർശനമൊന്ന് കിട്ടുക എന്നുള്ളതാണ്. വിഷമിച്ച് ശാരിക പറയുകയാണ്, പ്ലീസ് സാർ, വേണ്ട, എന്തിനാ വെറുതെ മനസ്സിന് മോഹം കൊടുക്കുന്നത്. ഈ കുടുംബശ്രീ ഹോട്ടലും വീടുമൊക്കെ ആയി ഒരു കുഞ്ഞു ലോകമാണ് എനിക്കുള്ളത്. അത് അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. സാറ് വെറുതെ ഉപദ്രവിക്കാൻ വരരുത് എന്ന് പറഞ്ഞ് തൊഴുകയാണ് ശാരിക. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരിക. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് രാജീവ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.